ഫവാസെ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ വാർത്തകളുടെ പെരുമഴയാണ്. നമുക്ക് മഴക്കാലം ആരംഭിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് അശനിപാതങ്ങളുടെ പെരുമഴയായി മാറുന്നു എന്നുള്ളതാണ്. അശനിപാതങ്ങളുടെ പെരുമഴക്കാലമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പറഞ്ഞു വരുന്നത്, കേരളം ഈ അടുത്ത കാലത്ത് കണ്ട ഒരു മെഗാ തിരുവാതിര ഉണ്ടായിരുന്നു. ഇന്നീ കേരളം ഭരിക്കും കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെയായി പിണറായി വിജയനെ കടലിന് മീതെ പറക്കുന്ന കഴുകനായും സൂര്യന് മേലെ കത്തിജ്വലിക്കുന്ന ചെന്താരകമായിട്ടൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു തിരുവാതിര ഇറങ്ങിയുണ്ടായി. കേരളത്തിലെ ഏതാണ്ട് 550 പേരൊറ്റ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയൊരു വലിയ പരിപാടി. അതും കോവിഡ് കാലത്ത് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കോവിഡ് പ്രോട്ടോക്കോളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് അത്തരം ഒരു പരിപാടി നടന്നത്. അത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ, പിണറായി വിജയൻ എന്ന CPMൻ്റെ ഏക ഛത്രാധിപതിയെ വാഴ്ത്തിക്കൊണ്ടുള്ള പാട്ടായതിൻ്റെ പേരിൽ കോവിഡ് പോലും മാറി നിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ കോവിഡിനെ പോലും പിണറായി ഭീഷണിപ്പെടുത്തി മാറ്റി നിർത്തിയിട്ടുണ്ടാവാം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ. അങ്ങനെ ധരിക്കുന്നതിലും തെറ്റില്ല. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, അന്ന് ആ തിരുവാതിര പാട്ടൊക്കെ എഴുതിയുണ്ടാക്കിയ പൂവത്തൂർ ചിത്രസേനൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ തന്നെയാണ് എന്ന് ഓർമ്മ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പാറശാല CPMൻ്റെ കമ്മിറ്റിയുടെ ചുമതലയുള്ള ആൾ തന്നെയാണ്. അദ്ദേഹം വരെ, അതായത് ഏത് നാവ് കൊണ്ടാണോ പിണറായി വിജയനെ കടലിൻ്റെ അത്ര അഗാധതയുള്ള മനുഷ്യനെന്നും ഹിമവാനേക്കാൾ ഉയരത്തിൽ ആകാശത്തോളം തലയെടുപ്പുള്ള നേതാവ് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ച ആ തൂലിക ഉരുവം കൊണ്ട് തലച്ചോറിൽ നിന്നും, ഭാവനയിൽ നിന്നും, ആ നാവിൽ നിന്നും ഇപ്പോൾ പിണറായി വിജയൻ എന്ന നേതാവ് അദ്ദേഹം MLA സ്ഥാനം തന്നെ രാജിവെക്കണം എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൽ കാവ്യാത്മകമായ ഭാവനകളൊന്നുമില്ല. യഥാർത്ഥമായി പച്ചയായി തന്നെ പറഞ്ഞിരിക്കുന്നു, പിണറായി വിജയൻ ഇനി ഒരു കാരണവശാലും CPMൻ്റെ തലപ്പത്തിരിക്കാനോ CPM എന്ന പാർട്ടിയെ കൊണ്ടു നടക്കാനോ പ്രാപ്തനല്ല, കഴിവില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന MLA സ്ഥാനം രാജിവെക്കണം, പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞേക്കണം. അതിൽ കവിതയൊന്നുമില്ല, പച്ചയായ യാഥാർത്ഥ്യം മാത്രമാണ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഫവാസ് ഇതിനെ നോക്കിക്കാണുന്നത്? ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. പണ്ട് വയലാറിൻ്റെ ആണെന്ന് തോന്നുന്ന ഒരു പാട്ട്, എനിക്ക് ഓർമ്മയില്ല, നാടകഗാനമാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് പാട്ട് തുടങ്ങുന്നത്, മയങ്ങല്ലേ മനുഷ്യ നീ മണ്ണിൻ്റെ മായകളിൽ മണിമന്ദിരങ്ങൾ വൃഥാ ചമയ്ക്കല്ലേ എന്നാണ്. അതിൻ്റെ ഇടയിലൊരു വരിയുണ്ട്, കഴിവുള്ളപ്പോൾ കയ്യിൽ കാശുള്ളപ്പോൾ നിന്നെ പൂവിട്ട് പൂജിക്കും, പുകഴ്ത്തിപ്പാടും, കാലങ്ങൾ മാറും, കാലക്കേടാകുമ്പോൾ കാലന് പോലും വേണ്ടെന്ന് തോന്നും എന്ന് പറയുന്നൊരവസ്ഥയിലാണോ ഇപ്പം മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ അവസ്ഥ? സത്യം, ഇപ്പം ഈ ഒരു കവിത കേട്ട് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടും അതിന് യോജിച്ച ഒരു കവിതയായിട്ട് എനിക്കിപ്പോൾ തോന്നിയത്. കാരണം ഈ പറഞ്ഞ പോലെ അജയ് കുമാർ ഇന്നത്തെ നിലവിലെ പാറശാല ഏരിയ സെക്രട്ടറിയാണ് അദ്ദേഹമാണ് പിണറായി വിജയനെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക വ്യക്തിപൂജ നടത്തി കാരണഭൂതൻ എന്നുള്ള ഒരു ടൈറ്റിലൊക്കെ കൊടുത്തു. നമുക്കറിയാം പല ടൈറ്റിലിൽ അറിയപ്പെടുന്ന നേതാവാണ് പിണറായി വിജയൻ. കപ്പിത്താൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ അറിയപ്പെടും, ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ അറിയപ്പെടും, ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞ ക്യാപ്ഷനിൽ അറിയപ്പെടും. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ടൈറ്റിലുള്ള, ഒരുപാട് പേരുകളുള്ള, ഒരുപാട് വ്യത്യസ്ത മുഖങ്ങളുള്ള, വിശേഷണങ്ങളുള്ള, അതെ, ഇപ്പം പലപ്പോഴും മലയാള എന്താ പറയുക വാക്കുകൾക്ക് അതീതമായി പ്രത്യേകിച്ച് ഈ പുതിയ പദം ഉണ്ടാക്കേണ്ടി വരും. ഇപ്പൊ തരൂർ എന്താ പറയുക ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി മാറ്റി തിരുത്തുന്ന പോലെ മലയാളത്തിൽ പുതിയ ഡിക്ഷണറിയിൽ പുതിയ വാക്കുകൾ ചേർക്കേണ്ടി വരും. മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ പോലെ പുതിയ പദങ്ങൾ കണ്ടെത്തേണ്ടി വരും. അതെ, അതിപ്പോ പൂക്കി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ടേം ആണ്. എന്ന പോലെ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ക്യാപ്റ്റൻ, ഇതൊരു ഇംഗ്ലീഷ് ടേം ആണ്. അതേപോലെ എന്താ പറയാ, എല്ലാം കൊണ്ടും പിണറായി വിജയന് വേണ്ടിയിട്ട് മലയാള ചരിത്രത്തിൽ പുതുതായിട്ട് ആ വാക്കുകൾ അല്ലെങ്കിൽ പുതിയ വേർഡ്സ് ആഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന് ഒരു ദൈവമായി കണ്ടിരുന്ന ഒരാളാണ് ഈ അജയ് കുമാർ എന്ന് പറഞ്ഞ പാറശാല ഏരിയ കമ്മിറ്റി ആൾ. അദ്ദേഹമാണ് ഈ പറഞ്ഞ പോലെ കോവിഡ് കാലത്ത്, അന്നത്തെ കോവിഡ് ഭയങ്കര എന്താ പറയുക അതിരൂക്ഷമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കുറച്ചൊന്നും ഇങ്ങനെ കുറഞ്ഞു. അപ്പം ഗവൺമെന്റ് കല്യാണ കാര്യങ്ങൾക്കൊക്കെ ഒരു 50 മുതൽ 100 പേര് കൊടുക്കാമെന്ന് പറയുന്നു. അത്രയും പരിപാടി കാണുന്നുണ്ടെങ്കിൽ 150 പേര് മാക്സിമം, അതിനപ്പുറത്തോട്ട് പോകാൻ പാടില്ല എന്നുള്ള ആ ടൈമത്തെ സർക്കുലർ അതായിരുന്നു. അപ്പം അതിനെല്ലാം ഭേദിച്ചുകൊണ്ട് 550 ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മെഗാ തിരുവാതിര നടത്തുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ പിണറായി വിജയന് ഏറ്റവും പുതുതായി കൊടുക്കുന്ന ഒരു പേരായിരുന്നു കാരണഭൂതൻ എന്നുള്ളൊരു പേര്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. CPM എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വ്യക്തിപൂജ അംഗീകരിക്കുന്ന ഒരാളല്ല, ഒരു പാർട്ടിയെ അല്ലെങ്കിൽ നേതാവിനെ ദൈവമായി കാണുന്ന ഒരാളല്ല. പണ്ട് കണ്ണൂരിൽ P ജയരാജനെ ചെന്താരകം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ പറഞ്ഞ പോലെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ച ഒരു സമ്പ്രദായം നമ്മൾ കണ്ടതാണ്. അതേ പാർട്ടിയിലെ അത്രത്തോളം വലിയ നേതാവ്, ഒരുപക്ഷെ അതിനേക്കാൾ വലിയ നേതാവായി അറിയപ്പെടുന്ന പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ ഒരു ടൈറ്റിൽ കൊടുത്തപ്പോൾ പാർട്ടി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. കാരണം ഈ പറഞ്ഞ പോലെ പാർട്ടി സെക്രട്ടറി ഇദ്ദേഹത്തിന്റെ ആളാണ്,
പാർട്ടി ഇയാളുടെ കയ്യിലാണ്, ഭരണം ഇയാളുടെ കയ്യിലാണ്, സംസ്ഥാന ഗവൺമെന്റ് ഇയാളുടെ കയ്യിലാണ്, പോലീസ് ഇയാളുടെ കയ്യിലാണ്, എല്ലാം ഒരു ഛത്രാധിപതിയുടെ കയ്യിലായിട്ട് ഒതുങ്ങി നിൽക്കുന്ന സമ്പ്രദായമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തെ ജയിപ്പിച്ച് മുമ്പിലെത്തിച്ചു കൊടുത്ത അതേ നേതാവ് ഇപ്പം പറയുന്നു ഒരു MLA ആവാൻ പോലും യോഗ്യനല്ല നിലവിലെ മുഖ്യമന്ത്രി. അദ്ദേഹം ആ സ്ഥാനം MLA മന്ത്രി പോലും അല്ല, മറ്റേ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞത്, MLA സ്ഥാനം രാജിവെച്ചെങ്ങാണ്ട് പാർട്ടിക്ക് പുറത്ത് മാറി നിൽക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പാർട്ടിക്കാരെ ഒരുപക്ഷെ പാർട്ടിയിലെ നമ്മൾ അന്തംഗമ്മികൾ എന്നൊക്കെ പറയുന്ന പോലെ ആ വിഭാഗത്തിൽപ്പെട്ടവരെ അന്ധമായി വിശ്വസിച്ചിരുന്ന, ദൈവത്തെ പോലെ കണ്ടിരുന്ന ഒരു പല നേതാക്കന്മാരും ഇപ്പോൾ പിണറായി വിജയനെതിരെ തിരിയുന്ന ഒരവസ്ഥയിലാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഇത് നമ്മൾ ഈ 2026 ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞടിച്ചു എന്നാണ് പറയുന്നത്. അതായത് പിണറായിക്ക് അനുകൂലമല്ലാത്ത ഒരുപാട് ഘടകങ്ങൾ ചേർന്നപ്പോൾ അത് പിണറായി വിരുദ്ധ തരംഗമായി എന്ന് പറയുന്നു. ഇത് പറയുന്നത് നമ്മൾ മാധ്യമങ്ങളല്ല, ഈ CPM-കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികൾ, ഇടതുപക്ഷ പ്രവർത്തകർ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ പാറശാലയിലെ ഏരിയ സെക്രട്ടറിയാണ് അദ്ദേഹം എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ പയ്യന്നൂരിലും തളിപ്പറമ്പിലും അതുപോലെ പത്തനംതിട്ടയിലും കൊല്ലത്തും ഒക്കെ പ്രസ്താവനകൾ പുറത്തു വന്നു കഴിഞ്ഞു. പത്രപ്രസ്താവനകളായി തന്നെ അവർ ഇറക്കിയിരിക്കുന്നു. ഈ പരാജയത്തിൻ്റെ കാരണം പിണറായി വിജയനാണ്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയ MP ഗോവിന്ദനാണ്. എന്തിന്? പിണറായി വിജയൻ മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പും ദേവസ്വം വകുപ്പും കൈകാര്യം ചെയ്തിരുന്ന വാസവൻ തന്നെ പിണറായി വിജയനെതിരെ പറഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ്റെ ഭാഷാശൈലിയും പ്രയോഗവും പെരുമാറ്റ രീതിയും തന്നെയാണ് തോൽവിക്ക് കാരണമായത് എന്ന് പറയുന്നു. അതായത് ഒരു മന്ത്രി തന്നെ പിണറായി വിജയനെതിരെ തിരിയുമ്പോൾ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഇത് പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ അലയൊലികൾ ഇപ്പോഴും CPM-നകത്ത് അവസാനിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവരുടെ ആത്മരോഷം ഇപ്പോഴും അലയടിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം വേണ്ട എന്ന് തന്നെയല്ല, MLA സ്ഥാനം വരെ പിണറായി വിജയൻ രാജിവെക്കണം എന്ന നിലയിലേക്ക് CPM പ്രവർത്തകർ പറയുമ്പോൾ എത്രത്തോളം ഈ ഒരു നേതാവിനെ അവർ തിരസ്കരിച്ചിരിക്കുന്നു എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. മാത്രമല്ല, ഞാൻ ഈ സമയത്ത് തന്നെ ആലോചിച്ചു പോയെന്ന് വെച്ചാൽ, ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് പിണറായി വിജയൻ തോറ്റു എന്നുള്ളത്. ആ സമയത്ത് ഞാൻ കൊല്ലത്ത് വർക്ക് ചെയ്യായിരുന്നു, പൊളിറ്റിക്കൽ കൺസൾട്ടൻ്റ് ആയിട്ടും സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടൊക്കെ. ആ സമയത്ത് എനിക്ക് INL നേതാവിൻ്റെ കോഴിക്കോട് നിന്നൊരു കോൾ വന്നു. അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജിയും ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തോട് നിലവിലെ ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിലവിലെ ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾ തോൽക്കും. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ജയിക്കാൻ എന്തെങ്കിലും നമുക്ക് മുമ്പോട്ട് വെക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊന്നും മുമ്പോട്ട് വെക്കാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾ LDF-ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരാളെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരുമില്ലാതെ മുഖ്യമന്ത്രി ഒരു ഇമേജ് കാണിക്കാണ്ട് നിങ്ങൾ ഇലക്ഷനെ നേരിടുകയാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ വിജയിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ദുരാശിലായിരിക്കും. പക്ഷെ ഒരു പക്ഷേ ചാൻസ് ഉള്ളത് ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ഞാനത് ഏറ്റെടുത്തില്ല, കാരണം എനിക്കറിയാമായിരുന്നു ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് പണിയാവും എന്നുള്ളത്. കാരണം ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല, നമുക്ക് വെറുതെ അവർക്ക് ആകാംക്ഷ കൊടുക്കാം, എന്താ പറയുക, നിങ്ങൾ ജയിപ്പിച്ചെടുക്കാം, അത് ചെയ്യാൻ പറ്റും, ഇന്ന കാര്യം ചെയ്ത് ജയിക്കാൻ പറ്റും, അവിടുത്തെ നിലവിലെ അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ യഥാർത്ഥ സത്യാവസ്ഥ ആർക്കും അറിയാം. അപ്പം ഇത്തരത്തിൽ എന്നെ പോലെ വലിയ ഒരാളൊന്നുമല്ല ഞാൻ, പക്ഷെ എനിക്ക് പോലും മനസ്സിലായിരുന്നു പിണറായി വിജയൻ ഇത്തരത്തിൽ തോറ്റ് തുന്നം പാടാൻ പോകണം. പക്ഷെ ഞാൻ വിചാരിച്ചത് വരെ 85 സീറ്റ്, അതിനപ്പുറത്തോട്ട് ഒരിക്കലും പോയില്ല എന്നുള്ളൊരു ധാരണയാണ് എനിക്ക്. അതെ, UDF-ന് മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ 85-90 ചിലപ്പോൾ ടച്ച് ചെയ്യാമായിരിക്കാം, ആ രീതിയിലായിരുന്നു എൻ്റെ ഒരു ധാരണ. പക്ഷെ അത് പറഞ്ഞ പോലെ നമ്മളെക്കാൾ മിടുക്കനായ നേതാവാണ് പ്രതിപക്ഷ നേതാവ്, അല്ല അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ. ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പ്രശാന്ത് കിഷോറിനേക്കാളും നന്നായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ VD സതീശൻ. അദ്ദേഹം കനകോലുവിനെ കടത്തിവെട്ടുന്ന രീതിയിലുള്ള പ്രവചനങ്ങൾ നടത്തി എന്നുള്ളത് ഞാൻ മനസ്സിലാണ്. കാരണം അദ്ദേഹം പറഞ്ഞു 105 സീറ്റ്, 100 മേലെ എന്ന് അദ്ദേഹം പറഞ്ഞു, 100 സീറ്റ് എന്ന് പറഞ്ഞു. എങ്കിലും അദ്ദേഹം അവസാനം പറഞ്ഞു 100-നും 105-നും ഇടയിൽ എന്ന് പറഞ്ഞു. പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബാക്കി പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ 115 വരെ ആകാമെന്ന് പറഞ്ഞു. പക്ഷേ 100-നും 105-നും ഇടയ്ക്കുന്നുള്ള ആ ഒരു സംഖ്യ കണക്കിലെടുക്കുമ്പോൾ 102 സീറ്റ്, അത് വളരെ അച്ചട്ടായി. പിന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, അവിടെയാണ് അത് വെറും സാങ്കല്പികമായ ഒരു ധാരണയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നിലവിൽ 1 ഡസൻ മന്ത്രിമാരെങ്കിലും തോക്കും, വേണമെങ്കിൽ 1-2 സംഖ്യ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 13 മന്ത്രിമാരല്ലേ തോറ്റത്. അപ്പോൾ തീർച്ചയായും അത് വെറുതെ ഒരു കടടച്ച് വെടിവെക്കുന്നതാണ്, കൊണ്ടു എന്ന് പറഞ്ഞ രീതിയിലല്ല. ഇപ്പോൾ ഫവാസ് പറഞ്ഞ പോലെ ഈ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ പറയുന്നത് പോലെ തന്നെ കൃത്യമായ രീതിയിൽ അവരും ഒരു
അനലൈസിങ് നടത്തിയിട്ടുണ്ട്. എന്താണ് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് എവിടെയാണ് ജനങ്ങൾ ഏത് തരത്തിലാണ് ചിന്തിക്കുന്നത്, ഏത് തരത്തിലാണ് വോട്ടുകൾ മാറി മറിയാൻ സാധ്യത, അവിടെ ആരാണ് സ്വാധീനിക്കുന്നത്, എന്ത് ഘടകമാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് അദ്ദേഹം നേരിട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ വി ഡി സതീശൻ നയിച്ച UDF ഇത്രത്തോളം വിജയം കിട്ടിയത് എന്ന് പറയുന്നതിന് അതുകൊണ്ട് തന്നെയാണ്. അതിന് വിജയത്തിൻ്റെ അവകാശം അദ്ദേഹത്തിന് തന്നെ നമ്മൾ കൽപ്പിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. UDF പിന്തുണയുണ്ടായിരുന്നു, കൃത്യമായ എണ്ണയിട്ടന്തരം പോലെ അവർ പ്രവർത്തിക്കുകയുണ്ടായി. പക്ഷേ എങ്കിലും ഇപ്പോൾ ഫവാസ് പറഞ്ഞു വന്നതുപോലെ ഈ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ ഗതിവിധികൾ മനസ്സിലാക്കി ഇവരുടെ പൾസ് എങ്ങോട്ടേക്കാണ് ഈ കാറ്റ് വീശുന്നത് എന്ന് കണ്ടറിഞ്ഞ് കാര്യങ്ങൾ നീക്കാൻ പറ്റി. ആ രീതിയിൽ വി ഡി സതീശൻ വലിയ സ്ഥാനം തന്നെയാണ് വഹിച്ചത്. ഇപ്പം നമ്മൾ വിഷയത്തിൽ നിന്ന് മാറണ്ട, ഈ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പിണറായി വിജയൻ എന്ന നേതാവിനെതിരെ ഇപ്പോഴും CPM-നകത്ത് അവരുടെ രോഷം അണപൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഈ ഒരു ആളുടെ മുഖം, ഈ ഒരു ആളെ മാത്രം, അതായത് മറ്റൊരു രണ്ടാമനില്ല എന്ന നിലയിലേക്ക് CPM-നെ കൊണ്ടു ചെന്നെത്തിക്കുകയും അല്ലെങ്കിൽ ആ ഒരു ധാരണയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പിണറായി വിജയൻ്റെ വലിയ വലിയ മുഖം മാത്രം പ്രദർശിപ്പിക്കുന്ന ഒരു ഫ്ലക്സ് വയ്ക്കുകയും മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് പറയുമ്പോൾ മറ്റാരുമില്ല പിണറായി അല്ലാതെ എന്നുള്ളൊരു ചിത്രം കൂടി ആ ടാഗ്ലൈൻ്റെ ഒപ്പം കൂടി കൊടുക്കുന്ന രീതിയിലായിപ്പോയി അവരുടെ പ്രചരണ പരിപാടികൾ. ഇത് ഒരു പരിധിവരെ CPM-കാർക്ക് വലിയ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വിഷയം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഈ നിലവിൽ പിണറായി വിജയൻ്റെ ഭാഷയും പെരുമാറ്റ ശൈലിയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ജീവിതവും നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ, പോലീസിൻ്റെ സമീപനം, പാർട്ടിയുടെ സമീപനം, ഇതെല്ലാം പാർട്ടിക്കാർ നോക്കി കാണുന്നുണ്ടായി. അന്തംഗമ്മികളാണ് എന്ന് പറയുമ്പോൾ പോലും ഒരു പറ്റം ആളുകൾ കൃത്യമായി അവിടെ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. തളിപ്പറമ്പിൽ TK ഗോവിന്ദനും പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും അതുപോലെ അമ്പലപ്പുഴയിൽ G സുധാകരനും ഒക്കെ ഉണ്ടാക്കിയ ആ ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫാക്ടർ ആ 3 മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നില്ല, കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും അത് എഫക്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല, കുഞ്ഞികൃഷ്ണൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ അവിടെ മത്സരിക്കില്ലായിരുന്നു തളിപ്പറമ്പിൽ. കാരണം അദ്ദേഹം പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ, പാർട്ടി മറ്റേ ബാങ്കിൽ അഴിമതിയെ ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കാം എന്നൊരു വാക്ക് പാർട്ടി പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനവിടെ മത്സരിക്കില്ലായിരുന്നു. പക്ഷെ പാർട്ടി അത് അതും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അത് പറഞ്ഞതിനെതിരെ ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുകയും പുറത്താക്കലും പല നടപടികളും മുമ്പോട്ട് പോയി. അപ്പൊ ഇത്തരത്തിൽ ചെയ്തുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അയാൾ ഒരിക്കലും ഇലക്ഷന് മത്സരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു എന്നുള്ളത് അദ്ദേഹം ജയിച്ചതിന് ശേഷമാണ് അയാൾ പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ എല്ലാവർക്കും പാർട്ടിയോട് അത്രത്തോളം സ്നേഹമുള്ളവരാണ്. ഇപ്പൊ CPM-ന്ന് പോകുന്ന പല ആൾക്കാരും ആർക്കും ഇപ്പം നമ്മൾ എന്താ പറയാ, അമ്പലപ്പുഴ G സുധാകരന്റെ അവസ്ഥയും സെയിം തന്നെയാണ്. അദ്ദേഹം അത്ര പാർട്ടിയെ അത്രത്തോളം ബഹുമാനിക്കുന്ന 63 വർഷമാണ് അദ്ദേഹം 14 വയസ്സിൽ പാർട്ടിയിൽ വന്ന ജീവിതത്തിന്റെ നല്ലൊരു ശതമാനം പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു മാറ്റി വെച്ച ആളാണ്. അപ്പൊ അത്തരത്തില് എന്താ പറയാ, പാർട്ടി വിട്ട് ഇത്രയും പാർട്ടി വിട്ട് ആൾക്കാർ പോരണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാരണം ഉണ്ടാവുമല്ലോ. തന്നെയല്ല, അതൊക്കെ ഇന്നലെ ഒന്ന് ഇടപെട്ട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കരുത് ബോസെ. നമ്മൾ സ്പീക്കർ പ്രോടൈം സ്പീക്കറായി MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ചടങ്ങിലും അവർക്ക് പാർട്ടിയോടുള്ള ആ വിധേയത്വവും കൂറും ഒക്കെ പിണറായി വിജയൻ എന്ന നേതാവ് വന്നപ്പോൾ ഇവരെല്ലാവരും കാണിക്കുകയും ചെയ്തു. TK ഗോവിന്ദൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പേര് വിളിച്ചപ്പോൾ ആദ്യം തന്നെ പോയി വിഷ് ചെയ്തത് പിണറായി വിജയനെ ആയിരുന്നു. അതുപോലെ തന്നെ പിണറായി വിജയൻ എന്ന MLA സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം G സുധാകരൻ തന്നെ ഡയസിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് പിണറായി വിജയനെ തൊഴുതു, അദ്ദേഹത്തെ വിഷ് ചെയ്തവർ സംസാരിക്കുന്ന ജനാധിപത്യത്തിലെ ഏറ്റവും ഊഷ്മളമായ രംഗങ്ങളാണ് നമ്മൾ നോക്കിക്കണ്ടത്. അപ്പോൾ അവർക്ക് ആ പാർട്ടി എന്ന ആ ഒരു അവരുടെ ആ പ്രസ്ഥാനത്തോടുള്ള ആ ഹൃദയവികാരം എന്താണ്, പാർട്ടിയുടെ നേതൃത്വത്തോട് അല്ലെങ്കിൽ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളോട് അവർക്കുണ്ടായിരുന്ന സമീപനം എന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ ഒരു പരിച്ഛേദം കൂടിയാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ ചങ്കില ചോര പോലെ എന്നൊക്കെ ആലങ്കാരികമായി പറയാതെ യഥാർത്ഥമായി അങ്ങനെ വിശ്വസിച്ച് ആ പാർട്ടിയെ കൊണ്ടു നടന്ന ആളുകൾ അതിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് പിണറായി വിജയൻ്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത തന്നെയാണ്. അതുതന്നെയാണ് ഇപ്പോൾ ഈ പിണറായി വിജയനെ വാഴ്ത്തിപ്പാടിയ ആളുകൾ, വാനോളം ഉയർത്തിയ ആളുകൾ ഇപ്പോൾ പടുപാതാളത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന തരത്തിൽ പിണറായി വിജയൻ ഇനി വേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ അത് MLA ആയിട്ട് പോലും വേണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി ഈ പ്രസ്ഥാനത്തിന് ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് പ്രായമായി, നിങ്ങൾ ഇതുവരെ ചെയ്ത സേവനങ്ങൾക്ക് നന്ദി, ഇനി നിങ്ങൾ നിർത്തി വീട്ടിൽ പോകും, വിശ്രമ ജീവിതം നയിക്കൂ എന്ന് വേണം അവർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് AK ആന്റണിയുടെ കാലത്തോ അവരുടെ കാലത്തുള്ള ഇതേപോലൊരു പ്രക്രിയ ഉണ്ടായിട്ടുണ്ടോ? അന്ന് കോൺഗ്രസ് 100-ലധികം സീറ്റുമായി ബന്ധപ്പെട്ട് വരികയും CPM തകർന്നു പോവുകയും വീണ്ടും തിരിച്ചു വരും ചെയ്തിട്ടുള്ള ഒരു സമ്പ്രദായം CPM-ന് ചരിത്രത്തിലുണ്ട്. അപ്പം എത്തരത്തില് CPM തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും വരും ദിവസങ്ങൾ അറിയാം. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി വീണ്ടും അവിടെ നിൽക്കുമ്പോൾ, പ്രതിപക്ഷ നേതാവായി നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അനുയായികൾ വീണ്ടും വിട്ടു പോകാനല്ലാണ്ട് പാർട്ടിയെ കൂട്ടി യോജിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം മാറി നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും പാർട്ടി ഉയർത്തെഴുന്നേൽപ്പിലേക്ക് എത്താൻ
കാരണമാവുന്ന അവിടെയാണ് ഫവാസിന്റെ ആ സംശയവും നിരീക്ഷണവും ശരി തന്നെ. കാരണം ഇടതുപക്ഷ പ്രസ്ഥാനം നശിക്കാൻ പാടില്ല. കാരണം കൃത്യമായൊരു പ്രതിപക്ഷമായെങ്കിലും ഇവിടെ വർത്തിക്കണം. കാരണം ദിശാബോധം നൽകി തെറ്റുകൾ പറ്റുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും തിരുത്താനും ഒക്കെ ഇട്ടൊരു ശക്തമായ പ്രതിപക്ഷ നിര ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടെങ്കിലും ഇടതുപക്ഷം ഇവിടെ ഉണ്ടായിരിക്കണം. ഇവിടെ നമ്മുടെ നിരീക്ഷണം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പും ഒരു സംഘടനയുടെയും അവസാനത്തെ പരാജയമോ അവസാനത്തെ വിജയമോ അല്ല. അപ്പോൾ തീർച്ചയായും ഇതിൽ നിന്ന് പാഠങ്ങൾ കൊണ്ട് പലരും ജയിച്ച് കയറിയതുപോലെ ഇപ്പോൾ CPM-ൽ പുതിയൊരു ധ്രുവീകരണം സംഭവിക്കുന്നു. അത് പിണറായി വിജയൻ, MV ഗോവിന്ദൻ എന്നുള്ള ശക്തികളൊക്കെ മാറി നിന്ന് ആ പാർട്ടിയെ ആർജവത്തോടുകൂടി അതിൻ്റെ ആദർശമായ മുഖത്തോടുകൂടി നയിക്കാൻ പറ്റിയ ഒരാൾ വരണം. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വിമത പോരാട്ടത്തിലൂടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മുഖങ്ങളെല്ലാം ചേർന്ന് മറ്റൊരു സജീവമായ സക്രിയമായ ഒരു സംഘടനയ്ക്ക് രൂപം ഉണ്ടാവും. എന്തായാലും ഇടതുപക്ഷം ഇവിടെ സജീവമായി തന്നെ ഉണ്ടാകും. അതിപ്പോൾ ഇന്ന് കാണുന്ന CPM എന്ന രീതിയിലാണോ എന്ന് നമുക്കറിയില്ല. നശിക്കാനുള്ള സാധ്യത വളരെ വിരളം തന്നെയാണ്. പക്ഷേ അപ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവ് അതിലുണ്ടാവാൻ തീരെ സാധ്യതയില്ല.